നമുക്ക് നിധിയുടെ സുധീഷിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അപ്പൊ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പിറ്റേ ദിവസത്തെ നിധിയുടെ സുധീഷിന്റെ വിശേഷങ്ങളൊക്കെ ചാനലിലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ ഇന്നലെ ഞാൻ നെക്സ്റ്റ് വീക്ക് പ്രമോയും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നേ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണുകയും വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ നമ്മൾ കാണാൻ പോകുന്ന ഒടുവില് സുനന്ദയുടെ വിവാഹ നിശ്ചയത്തിന് അന്ന് സുഭാഷ് ആകെ തകർന്നുപോയി. കാരണം പുറമെ പറഞ്ഞില്ലെങ്കിലും സുഭാഷിന്റെ ഉള്ളില് സുനന്ദയുണ്ട്. എല്ലാവരുടെ മുന്നില് അങ്ങനൊന്നുമില്ല, തനിക്ക് അവളോട് അങ്ങനെ പ്രണയമൊന്നും ഇല്ലാന്ന് പറഞ്ഞാലും പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെയല്ല. വിവാഹം നിശ്ചയം പറഞ്ഞു കഴിഞ്ഞപ്പോ സുഭാഷിന് ഭയങ്കര വിഷമായിരുന്നു. സുഭാഷ് ആണെങ്കിൽ വീട്ടിലേക്ക് വന്നിട്ട് സുഭാഷിന് ഒന്നിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചെയ്യുന്ന കാര്യങ്ങളൊന്നും കൃത്യതയോടെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആഹാരമൊക്കെ ഉണ്ടാക്കുവാണെങ്കിലും ഒന്നും ശരിയായിട്ടുണ്ടാക്കാൻ പറ്റിയില്ല. കറിയൊക്കെ ഉണ്ടാക്കിയപ്പോൾ കറിയൊക്കെ കരിഞ്ഞുപോയി. അതുമാത്രമല്ല കറിക്കൊക്കെ ഉപ്പ് കൂടി. അങ്ങനെ പല പല പ്രശ്നങ്ങളായിരുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ സുധീഷിനും നിധിക്കൊക്കെ ഒരു കാര്യം മനസ്സിലായി. സുഭാഷ് എണ്ണ മനസ്സിൽ സുനന്ദയുണ്ട്, അതുകൊണ്ടാണല്ലോ ഇത്രയും പ്രശ്നങ്ങൾ. സുഭാഷ് എണ്ണ കാര്യം പറഞ്ഞാൽ എല്ലാവരുടെയും നല്ല രീതിയിൽ തന്നെ സംസാരിച്ച് മുന്നോട്ട് പോകണമെന്നുണ്ട്. പക്ഷെ സാധിക്കുന്നില്ല. ആരോടൊന്നും വർത്താനം പറയാൻ പോലും പറ്റുന്നില്ല. എവിടെയെങ്കിലും ഒറ്റയ്ക്ക് ഒരു കുറച്ച് സമയം നിൽക്കും. പെട്ടെന്ന് ആരും പോയി വിളിച്ചു കഴിയുമ്പോഴത്തേനും ഒരു ഞെട്ടലോട് കൂടി നോക്കും. എന്താ ചെയ്യുന്നേ ഏതാ ചെയ്യുന്നേ എന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയായിരുന്നു. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമായി. പിന്നീട് സുധീഷ് പോയി സുഭാഷിനെ വിളിക്കുകയാണ്. ഇങ്ങോട്ട് വാ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. എന്താടെ കാര്യം? അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു കാര്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. എന്താ സുഭാഷ് ഏട്ടാ? സുഭാഷിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു. വേണ്ട വേണ്ട, വെറുതെ കള്ളത്തരൊന്നും പറയണ്ട, എനിക്കറിയാന്ന് പറഞ്ഞു. എന്താ? സുനന്ദയുടെ വിവാഹം നിശ്ചയമായതുകൊണ്ടല്ലേ, ഒന്ന് പോടാ, അതുകൊണ്ടൊന്നും അല്ലാന്ന് പറഞ്ഞു. അങ്ങനെ കൂടെ പെട്ടെന്ന് പിടികൊടുക്കാനായിട്ട് സുഭാഷ് ഒരുക്കമായിരുന്നില്ല. പക്ഷെ സുധീഷും വിട്ടില്ല. സുധീഷ് പറഞ്ഞു എനിക്കറിയാം സുഭാഷ് എന്റെ മനസ്സിലതാന്ന്, അല്ലാതെ വേറെ പ്രത്യേകിച്ച് കാരണമൊന്നും ഇല്ലാന്ന്. അല്ലെങ്കിൽ പിന്നെ സുഭാഷ് ഇത്ര ടെൻഷൻ അടിക്കത്തില്ലോ എന്നൊക്കെ സുധീഷ് പറഞ്ഞു. പിന്നീട് സുഭാഷ് പറഞ്ഞു ഒരു ഐഡിയ ഉണ്ട് സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞു. എന്ത്? അതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നീട് എന്ത് ചെയ്തു? ഭാസ്കരൻ മദ്യം വെക്കുന്നിടത്തേക്ക് അങ്ങോട്ട് ചെന്നു. അപ്പൊ ഭാസ്കരൻ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് മദ്യം കൊണ്ടുവന്ന് വെക്കാറുണ്ട്. സുഭാഷിനോട് പറഞ്ഞു സുഭാഷ് ഏട്ടാ രണ്ടെണ്ണം അങ്ങോട്ട് വീശിയിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ഓക്കെ ആവുമെന്ന് പറഞ്ഞു. എന്ത്? അതൊന്നും വേണ്ടാന്ന് പറഞ്ഞു. സുഭാഷ് ഏട്ടൻ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ ശരിയാവുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? അവിടെ ഇരുന്ന് മദ്യം എടുക്കണം. അപ്പൊ രണ്ടും വെള്ളത്തിന്റെ കളറാ. എടാ ഇതൊക്കെ എന്താ? എന്തിനേത്? സുഭാഷ് ഏട്ടത് കുടിക്കാൻ പറഞ്ഞു. അവിടെ തന്നെ ഗ്ലാസും ടച്ചിങ്സും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ സുഭാഷിന് ഒഴിച്ചു കൊടുക്കുകയാണ്. സുഭാഷ് ആദ്യം ഒരു റൗണ്ട് കഴിച്ചു. അപ്പോഴേക്കും സുധീഷ് വീണ്ടും കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. ആ സുഭാഷ് പറഞ്ഞു വേണ്ടടാ ഇത് മതി എന്നൊക്കെ പറഞ്ഞു. പിന്നീട് സുഭാഷിനോട് ചോദിച്ചു സുഭാഷ് ഏട്ടാ സുഭാഷിന്റെ ഇത് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എന്ത് ചെയ്യാനാടാ, എന്ത് പറ്റാനാ, എനിക്കറിയില്ല എനിക്ക് എന്താ സംഭവിച്ചെന്ന്. അത് കേട്ടപ്പോൾ സുധീഷ് പറഞ്ഞു ഇനി സുഭാഷ് ഏട്ടൻ പറ, സുഭാഷ് ഏട്ടൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ പറ, മനസ്സിൽ എന്തുണ്ടെങ്കിലും എന്നോട് തുറന്നു പറയാൻ പറഞ്ഞു. അപ്പോഴാണ് സുഭാഷ് പറയുന്നത് എടാ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എനിക്കൊരു പെങ്കൊച്ചിനെ ഇഷ്ടമായിരുന്നു. ഇത് കേട്ടപ്പോൾ സുധീഷ് ചിരിച്ചു. പിന്നെ അതിനുശേഷം ഞാൻ ജോലിക്ക് പോകാൻ തുടങ്ങിയ സമയത്ത് പോകുന്ന വഴിക്ക് ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു. അതിനെ ഞാൻ സ്ഥിരം നോക്കാറുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതിനെ കാണുന്നില്ല. പിന്നീടാണ് ഒരു പ്രാവശ്യം അതിന്റെ ബസ്സിൽ വെച്ച് കണ്ടത്. അതിന്റെ കല്യാണം കഴിഞ്ഞു, അതിന്റെ ഭർത്താവിനോടൊപ്പം നടക്കുന്നത്. അന്ന് എനിക്കൊരു 20 വയസ്സ് പ്രായം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എനിക്ക് അങ്ങനെ ആരുടെ ഒരു പെൺകുട്ടികളെ ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല. പിന്നീടാണ് സുനന്ദ എന്റെ ജീവിതത്തിലേക്ക് വരുന്നത്. സുനന്ദ സുഭാഷ് ഏട്ടാന്ന് വിളിച്ചോണ്ട് വന്നു കഴിഞ്ഞപ്പം എനിക്ക് എന്തോ വല്ലാത്തൊരിതായിരുന്നു. സുനന്ദ 2 ദിവസം വന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അവള് വന്ന് അവളെ കണ്ടാലും എനിക്ക് സമാധാനം ആവത്തുള്ളൂ. എന്താന്ന് എനിക്ക് അറിയില്ലടാ. പക്ഷെ ഇപ്പൊ സുനന്ദയുടെ കല്യാണം എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുത്തിട്ട് സുധീഷ് പറഞ്ഞു ഇതും കൂടെ അങ്ങോട്ട് കുടിക്കാൻ പറഞ്ഞു. അങ്ങനെ സുഭാഷ് അതും കൂടെ കുടിക്കുകയാണ്. ആ സമയത്ത് സുഭാഷ് പറഞ്ഞു എടാ എനിക്ക് എന്താടാ ഒരു കുറവ്? സുനന്ദയും ഞാനും തമ്മിലുള്ള വിവാഹം നടത്താനായിട്ട് സുനന്ദയുടെ അച്ഛനും അമ്മയ്ക്കും ഒക്കെയാണ് എതിർപ്പ്. അതിന് മാത്രം എന്ത് തെറ്റാടാ ഞാൻ ചെയ്തേ എന്ന് പറഞ്ഞൊരു ഒച്ചപ്പാടുണ്ടാക്കുവാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ അകത്തുണ്ടായിരുന്നേ ബാക്കി നികേഷും ഹരീഷും നിധിയും കൂടെ അല്ല ഇറങ്ങി വരുവാണ്. അവർ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് ഇങ്ങനെ ഒച്ചപ്പാട് വെച്ചോണ്ടിരിക്കുക. ഞാൻ അതിന് മാത്രം വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ല. എടാ ഞാൻ അവളെ പൊന്നു പോലെ നോക്കൂലേ സുനന്ദയെ, പിന്നെ എന്താടാ എന്നെ അവളുമായിട്ട് ഒന്നിപ്പിക്കാത്ത? അവളുടെ വീട്ടുകാരനാടാ എതിർപ്പ് കാണിക്കണേന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും സുധീഷ് ഒന്ന് സമാധാനപ്പെടാനൊക്കെ പറയണം. അപ്പോഴേക്കും ഹരീഷ് അങ്ങോട്ട് വന്നു. ഹരീഷ് വന്നിട്ട് ചോദിച്ചു എന്താടാ സുധീഷ് എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. ഹരീഷനൊന്ന് സമാധാനപ്പെടാൻ പറയണം. പിന്നെ എങ്ങനെ സമാധാനപ്പെടാനാ? നീ എന്താ പല മദ്യം ഒഴിച്ചു കൊടുത്തോന്ന് ചോദിച്ചു. പിന്നെ മദ്യം ഒഴിച്ചു കൊടുത്തിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. വെറുതെ കള്ളത്തരം പറയില്ലെന്ന് പറഞ്ഞു. പിന്നെ നിന്റെ കയ്യിൽ ഇരിക്കുന്നോന്ന് ചോദിച്ചു. അപ്പൊ ഒരു കുപ്പി ഉണ്ടായിരുന്ന കയ്യില്, അതിനകത്ത് വെള്ള കളറായിരുന്നു.
വെള്ളം പോലെ ഉണ്ട്. എടാ നീ മദ്യം ഒഴിച്ച് കൊടുത്തല്ലേന്ന് ചോദിച്ചു. എന്റെ ഹരീഷേട്ടൊന്നും മിണ്ടായിരിക്കാൻ പറഞ്ഞു. ആ സമയത്ത് സുഭാഷ് പറഞ്ഞു, അവനെ വഴക്ക് പറയൊന്നും വേണ്ട, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷിനോട് നിധി ചോദിച്ചത് എന്തു പറ്റിയെന്ന് ചോദിച്ചു. അതെ, സുഭാഷ് ഏട്ടൻ മദ്യപിച്ചെന്ന് തോന്നേ, അച്ഛൻ്റെ മദ്യം എടുത്ത് കുടിച്ചെന്ന് തോന്നേ, അതാ ഈ പ്രശ്നം എന്ന് പറഞ്ഞു. ആ സമയത്താണ് സുഭാഷ് നിധിയെ കാണുന്നത്. നിധിയോട് പറഞ്ഞു, നിധി നീ മഹാലക്ഷ്മിയായി കുടുംബത്തിലേക്ക് വന്നേ. ശരിക്കും ഈ കുടുംബത്തിലെ വന്ന് നീ നിന്നല്ലോ. വേറെ ഏത് പെണ്ണാണെങ്കിലും ഇങ്ങനെയൊന്നും വന്ന് നിൽക്കത്തില്ല. എനിക്ക് നിന്നെക്കുറിച്ച് ഓർത്തിട്ട് അത്ഭുതം തോന്നുന്നുണ്ട്. നീ ഒരു കാരണവശാലും ഈ വീട് വിട്ട് പോവരുത്. നിന്നെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. നിനക്ക് ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ പറഞ്ഞാൽ മതി. നിന്നോടൊപ്പം ഈ ചേട്ടൻ ഉണ്ടായിരിക്കും, നിനക്ക് കട്ട സപ്പോർട്ടായിട്ട്. പിന്നീട് നികേഷിനോട് പറഞ്ഞു, എടാ അവളെയും കൂട്ടിക്കൊണ്ട് നീ അകത്തേക്ക് പോകാൻ പറഞ്ഞു. ആ സമയത്ത് ഹരീഷ് സുധീഷിനോട് ചോദിച്ചു, എന്താ സുധീഷ്, എടാ എന്താടാ ഇത്, നീ എന്താ കാണിച്ചെന്നൊക്കെ ചോദിച്ചു. ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ട് ഹരീഷിനെയും വിളിച്ചോണ്ട് അങ്ങോട്ട് സുധീഷ് മാറിപ്പോയി. ഇങ്ങോട്ട് നോക്ക്, ഇതൊന്ന് നോക്ക്, ഇത് വെള്ളമാണോ മദ്യമാണോ നോക്കാൻ പറഞ്ഞു. പിന്നെ ഇത് മദ്യമല്ലേന്ന് ചോദിച്ചു. ഞാൻ കുടിക്കാന്ന് പറഞ്ഞിട്ട് കുടിച്ചു കാണിക്കുകയാണ് സുധീഷ്. പിന്നീട് ഹരീഷിന് കൊടുത്തിട്ട് ഇച്ചിരി കുടിച്ചു നോക്കല്ലേ, മണത്ത് നോക്കാൻ പറഞ്ഞു. ഇച്ചിരി കുടിച്ചു നോക്കി, ഇത് മദ്യമല്ലോ, ഇത് വെള്ളമാണല്ലോ എന്ന് പറഞ്ഞു. നികേഷ് ഞാൻ കാണിച്ചു. അതാ ഇത് വെള്ളമാണ് ഞാൻ ഊറ്റി കൊടുത്തേന്ന് പറഞ്ഞു. വെള്ളമോ? അതേനെ, അച്ഛൻ എന്നെ പേടിച്ചിട്ട് കുപ്പി കാലിയാക്കി അതിനകത്ത് വെള്ളം ഒഴിച്ചു വെച്ചിരിക്കുവോ, ഇനി ഞാനെങ്ങാനും എടുത്ത് കുടിച്ചാലോന്ന് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തേ. അപ്പൊ എങ്ങനെയാടാ പൂസായെന്ന് ചോദിച്ചു. അപ്പോഴേക്കും വേറൊരു കുപ്പിക്കകത്ത് മദ്യം ഉണ്ടായിരുന്നു, നിങ്ങൾ നോക്ക്, ഇത് മദ്യമല്ലേന്ന് ചോദിച്ചു. അതെ, നല്ല മദ്യത്തിന് മണമുണ്ടെന്ന് പറഞ്ഞു. സുഭാഷ് ഏട്ടൻ വിചാരിച്ചുകൊണ്ടിരിക്കണേ ഞാൻ മദ്യം ഒഴിച്ചു കൊടുത്തേന്ന്. അങ്ങനെയാണ്. അപ്പൊ വെള്ളം കുടിച്ചിട്ട് പൂസായോ, ഒന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലോ എന്ന് പറഞ്ഞു. സുധീഷ് വളരെ തന്ത്രപരമായിട്ടാണ് കാര്യങ്ങൾ നീക്കിയത്. അപ്പോഴേക്കും നിധിയൊക്കെ ചിരിച്ചു. വെള്ളം കുടിച്ചിട്ട് പൂസാകുന്ന ആളെ ആദ്യമായിട്ട് കാണുന്ന. അപ്പോഴേക്കും പറഞ്ഞു, മദ്യമല്ല സുഭാഷേന്റെ അകത്ത് കിടക്കുന്ന വെള്ളമാണ് എന്നൊക്കെ പറഞ്ഞു. സുഭാഷേട്ടൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന മദ്യമാണ്. പിന്നീട് ഹരീഷ് പറഞ്ഞു, ദേ സുഭാഷേട്ടൻ മുറിയിലേക്ക് കൊണ്ടാന്ന് പറയണം. അങ്ങനെ അവര് മൂന്നുപേരും കൂടെ പിടിച്ച് സുഭാഷിനെ മുറിയിലേക്ക് കൊണ്ടുപോകണം. ആ സമയം സുഭാഷ് പറഞ്ഞു, എന്നെ വിടറ, എനിക്ക് പ്രശ്നമൊന്നും ഇല്ലാന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും നിധി നോക്കി ചിരിക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് പോകുന്ന സമയത്ത് സുധീഷ് നിധിയുടെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, അതെ ഇന്ന് ഞങ്ങൾക്ക് ശിവരാത്രിയാ, നീ പോയി കിടന്നോ, ഇന്ന് സുഭാഷേട്ടന് ഉറക്കൊന്നും തോന്നില്ല എന്നും പറഞ്ഞിട്ട് സുധീഷ് അങ്ങോട്ട് പോയി. ഇത് കണ്ടു കഴിഞ്ഞപ്പോ നിധിക്ക് ശരിക്കും ചിരി വന്നു. മദ്യമല്ല, വെള്ളം കുടിച്ചിട്ട് പൂസാകുന്ന പോലെ ഒന്നും അങ്ങോട്ട് നിധിക്ക് മനസ്സിലായില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സുധീഷ് ഫോണിനകത്തൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നികേഷ് അങ്ങോട്ട് വന്നു. നികേഷ് വന്നിട്ട് ചോദിച്ചു, ഇതെന്താ സുധീഷ് ഏട്ടാ ഇന്ന് ജോലിക്കൊന്നും പോകുന്നില്ലേന്ന് ചോദിച്ചു. എടാ ജോലിക്ക് പോകാനായിട്ട് ആരെങ്കിലും ഓട്ടം വിളിച്ചാലേ പോകാൻ പറ്റുള്ളൂ, വലിയ ഓട്ടമൊന്നും വന്നില്ല, അതുകൊണ്ട് അവിടെ ഇരിക്കണേന്ന് പറഞ്ഞു. ആ സമയത്ത് നികേഷ് പോയി കണ്ണാടിക്കകത്തൊക്കെ നോക്കി ഒന്ന് മുടിയൊക്കെ ഒന്ന് മിനുക്കുവാണ്. അപ്പോഴാണ് സുനന്ദയുടെ വീട്ടിൽ നിന്ന് വലിയ പാട്ടും കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, ഇതെന്താ സുധീഷയുടെ ഇത്രയ്ക്ക് വലിയ പാട്ടും കാര്യങ്ങളൊക്കെ, എന്ത് ചെയ്യാനാടാ അവിടെ എൻഗേജ്മെന്റ് അല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും നിധി വന്നു. ഇത്ര സൗണ്ടിൽ പാട്ട് വെക്കേണ്ട കാര്യമുണ്ടോ, എന്തൊരു സൗണ്ടാന്ന് ചോദിച്ചു. അവര് നന്നായിട്ട് ആഘോഷിക്കുക, നമ്മളെയും കൂടെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് നിധി സുഭാഷിനെ നോക്കി. സുഭാഷിനെ എവിടെയും കാണുന്നില്ല. അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ സുഭാഷ് പുറത്തു പോയിരിക്കുന്നുണ്ട്. നിധി പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു. ആ സമയം സുഭാഷ് ആണെങ്കിലോ സുനന്ദയെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു സുഭാഷിന്റെ മനസ്സറിയുണ്ടായിരുന്നേ. സുനന്ദ ഇടയ്ക്ക് വീട്ടിലേക്ക് കയറി വരുന്നേ, തന്നോട് ഓരോ കാര്യങ്ങൾ പറയുന്നേ. സുഭാഷ് ഉണ്ടാക്കുന്ന ആഹാരമൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റാ, എൻ്റെ അമ്മ ഉണ്ടാക്കിയ പോലെ ഇത്രയ്ക്ക് നന്നായിട്ട് ഉണ്ടാക്കി തരത്തില്ല. അതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേന് സുഭാഷ് ഒരു പാത്രത്തിനകത്ത് കുറച്ച് സുനന്ദയ്ക്ക് കൊടുത്തു വിടും. പിന്നെ അത് മാത്രമല്ല, അവസാനം കണ്ടം പറഞ്ഞ് എനിക്ക് സുഭാഷേണ്ണ അത്രയ്ക്ക് ഇഷ്ടമാണ്, എനിക്ക് സുഭാഷേണ്ണ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞൊക്കെ. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ സുഭാഷിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു. സുഭാഷ് കണ്ണൊക്കെ തുടച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിധി അങ്ങോട്ട് വരുന്നത്. നിധി വന്നിട്ട് സുഭാഷ് ഏട്ടാന്ന് വിളിക്കണം. പെട്ടെന്ന് സുഭാഷ് മുഖമൊക്കെ തുടച്ചു. എന്താ മോളെ, എന്താ കാര്യം എന്താന്ന് ചോദിച്ചു. അല്ല സുഭാഷ് ഏട്ടൻ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഒന്നുമില്ല. എന്താ സുഭാഷ് ഏട്ടാ? അത് പിന്നെ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അപ്പുറത്ത് നല്ല പാട്ട് കേട്ട് കഴിഞ്ഞപ്പം ഞാനത് ആസ്വദിച്ചിരുന്നാന്ന് പറഞ്ഞു. നിധിക്ക് കാര്യം മനസ്സിലായി. പെട്ടെന്ന് നിധി ചോദിച്ചു, സുഭാഷ് ഏട്ടന് വിഷമമുണ്ടോ? എന്തിന്? അല്ല സുനന്ദയുടെ വിവാഹം എൻഗേജ്മെന്റ് അല്ലേ, അപ്പൊ അത് ഓർത്തിട്ട് എനിക്ക് സങ്കടമൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പക്ഷെ ആ പറച്ചിൽ തന്നെ ഉണ്ടായിരുന്നു നല്ല വിഷമമുണ്ടെന്നുള്ള കാര്യം. അപ്പോഴേക്കും നികേഷും സുധീഷും കൂടെ അങ്ങ് ഇറങ്ങി വന്നു. നികേഷ് വന്നിട്ട് ചോദിച്ചു, എന്താ സുഭാഷ് ഏട്ടാ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. എനിക്കൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു, എന്താ സുഭാഷ് ഏട്ടാ, സുഭാഷ് ഏട്ടന് വിഷമമാണോന്ന് ചോദിച്ചു. ആർക്ക് വിഷമം? എനിക്കൊരു വിഷമവും ഇല്ല. ഞാൻ പിന്നെ ഓരോന്നൊക്കെ ആലോചിച്ചെന്ന് പറഞ്ഞാലേ, അവളുടെ വിവാഹ നിശ്ചയമല്ലേ, നല്ലൊരു ചെറുപ്പക്കാരനായിരിക്കില്ല അവളുടെ ജീവിതത്തിലേക്ക് വരുന്നത്, അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടട്ടെ, നന്നായിട്ട് അവൾ ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അല്ല നിങ്ങൾ എന്തിനാ എല്ലാവരും ഇങ്ങോട്ട് വന്ന് എൻ്റെ അടുത്ത് ഇരിക്കുന്നേ, വാ എല്ലാവർക്കും അകത്തേക്ക് കയറി പോകാന്ന് പറഞ്ഞുകൊണ്ട് അവരെയും കൂട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി പോവാണ്. സുഭാഷിന്റെ വിഷമം മറ്റുള്ളവർക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടായിരുന്നു.
അകത്തേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും സുഭാഷ് പറഞ്ഞു, അതെ എനിക്കിന്ന് ജോലി ഉണ്ടെന്ന് പറയണേ. ജോലിയോ? ഇന്ന് ഞായറാഴ്ച അല്ലേ? സാധാരണഗതി ഞായറാഴ്ച സുഭാഷേട്ടൻ ജോലിക്ക് പോകാറുള്ള അല്ലല്ലോ. അതെ ഇന്നൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്, അതൊന്ന് തീർത്തു കൊടുക്കണ്ട. ഞാൻ അതിനെക്കുറിച്ച് മറന്നു വരുന്നു, ഇപ്പോഴാ കാര്യം ഓർത്തെ. ഞാൻ പോയി റെഡി ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സുഭാഷ് അകത്തേക്ക് അങ്ങോട്ട് പോവാണ്. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, അതെ സാധാരണഗതി സുഭാഷേട്ടൻ ജോലിക്കൊന്നും പോവാത്ത ഞായറാഴ്ച, പിന്നെ ഇത് എന്തു പറ്റിയെന്ന് ചോദിച്ചു. അപ്പോഴേക്കാണ് സുഭാഷിന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. അവിടെ ഫോൺ കുത്തിയിട്ടിരിക്കുമായിരുന്നു. നിധി പറഞ്ഞു സുഭാഷേന്റെ ഫോണാന്ന് പറഞ്ഞു. സുധീഷ് പറഞ്ഞു ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ സുധീഷ് ഫോണത്ത് ഹലോ പറയണം. അപ്പൊ സുഭാഷിനോട് ജോലി ചെയ്യുന്ന പയ്യനായിരുന്നു. ആ സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം സുധീഷ് പറഞ്ഞു, ഞാന് സുധീഷാ, സുഭാഷ് ഏട്ടൻ അകത്താന്ന് പറഞ്ഞു. ആ എന്നാ ശരി ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞു. അല്ല എന്താ വിളിച്ചതെന്ന് ചോദിച്ചു. അല്ല സുഭാഷിനോട് കാര്യം ചോദിക്കാനാ. അല്ല ഇന്ന് നിനക്ക് ജോലി ഉണ്ടോന്ന് ചോദിച്ചോ. ജോലിയോ? ഇന്നില്ലല്ലോ. അപ്പൊ ഇന്ന് വർക്കേ ഇല്ല? ഇന്നില്ലാന്ന് പറയണം. അല്ല അപ്പൊ സുഭാഷേട്ടൻ പറഞ്ഞല്ലോ എന്തോ പണി തീർക്കാനുണ്ടെന്ന്. പണി സൈറ്റിൽ ഇന്ന് ജോലി ഇല്ലാന്ന് പറഞ്ഞു. കാരണം സാധനങ്ങളൊക്കെ അകത്ത് വെച്ച് പൂട്ടി, അത് കീ പോലും സുഭാഷേന്റെ കയ്യിൽ ഇല്ലോ എന്ന് പറഞ്ഞു. ഇന്ന് പണിയും കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറഞ്ഞു. ആ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ സുധീഷിന് മനസ്സിലായി ഇന്ന് ജോലിയില്ല. പക്ഷെ സുഭാഷ് ഇവിടുന്ന് വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പറഞ്ഞ ന്യായമാണെന്നുള്ള കാര്യം മനസ്സിലായി. പിന്നീട് സുധീഷ് പറഞ്ഞു, അതെ ഇന്ന് സുഭാഷേട്ടന് ജോലിയും കാര്യങ്ങളൊന്നും ഇല്ല. സുഭാഷേട്ടൻ നമ്മളോട് കള്ളത്തരം പറഞ്ഞ ഇവിടെ ഇരിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് സുഭാഷേട്ടൻ പറഞ്ഞാന്ന് പറഞ്ഞു. അപ്പോഴേക്ക് സുഭാഷ് അങ്ങോട്ട് ഒരുങ്ങി വന്നു. സുഭാഷിനോട് സുധീഷ് ചോദിച്ചു, എങ്ങോട്ടാ പോണേന്ന് ചോദിച്ചു. ജോലിക്ക്. ഞങ്ങളോട് കള്ളത്തരം പറയണ്ട. സുഭാഷേട്ടൻ എങ്ങോട്ടാ ഒളിച്ചോടുന്നേ? സുനിതയുടെ വിവാഹമാണെന്നും പറഞ്ഞുകൊണ്ട് ഒളിച്ചോടാൻ പോയിട്ടുണ്ട്. എവിടം വരെ ഓടും? ഒളിച്ചോണ്ട് ഒരു കാര്യമില്ല, ഇവിടെ നിൽക്കണം. അങ്ങനെ ഒളിച്ചോടി പോകേണ്ട വല്ല തെറ്റുകാര്യങ്ങളും സുഭാഷേട്ടൻ ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ ഒളിച്ചോടുന്നതെന്ന് ചോദിച്ചു. അല്ലടാ അത് പിന്നെ നീതി പറഞ്ഞു, സുഭാഷേട്ടാ വിഷമിക്കണ്ട, സുഭാഷേട്ടൻ ഒരിടത്തേക്കും പോകുന്നില്ല, ഇവിടെ നിൽക്കും, ഞങ്ങളൊക്കെ ഇല്ലേന്ന് പറഞ്ഞിങ്ങനെ ആശ്വസിപ്പിക്കണം. അപ്പോഴേക്കും ഭാസ്കരൻ അങ്ങോട്ട് വന്നു. എന്താ എല്ലാവരും കൂടി ഒരു വട്ടമയ സമ്മേളനം? പിന്നീട് സുഭാഷിനോട് പറഞ്ഞു, എടാ ഇത് കുറച്ച് ചിക്കനാ, കുറച്ച് നീ ബിരിയാണി ഉണ്ടാക്കുക, ബാക്കി നീ ഫ്രൈ ചെയ്തെടുക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പം സുധീഷിന് ദേഷ്യം വന്നു. ഇവിടെ മനുഷ്യൻ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാ ഒരു ബിരിയാണി ഇതും. നികേഷ് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ എന്താ ഒട്ടും ബോധമില്ലെന്ന് ചോദിച്ചു. അത് കേട്ട ഭാസ്കരൻ ചോദിച്ചു, എന്താടാ നിന്റെയൊക്കെ ആരും ചത്തുപോയോടെ? പിന്നെ നീയൊക്കെ എന്തിനാണ് അത്ര വിഷമിച്ച് നിൽക്കണേന്ന് ചോദിച്ചു. ഞാൻ അവനൊരു ആഹാരം ഉണ്ടാക്കാനാ പറഞ്ഞത്, അവനല്ലേ ഇവിടെ സ്ഥിരം ഉണ്ടാക്കുന്നേ, അവനുണ്ടാക്കിക്കോളും, നീ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതും കൂടെ കൊടുത്തിട്ട് ഭാസ്കരനും കൂടെ ഇറങ്ങിപ്പോയി. സുധീഷിനും നികേഷിനും ഒക്കെ ഭയങ്കര ദേഷ്യമായിരുന്നു. കണ്ണിച്ചോരയില്ലാതെ പറഞ്ഞിട്ട് പോയത് കേട്ടോ. സുഭാഷാണ് ആകെപ്പാട് ടെൻഷൻ അടിച്ചിരിക്കുക. അപ്പോഴേക്കും സുഭാഷ് പറഞ്ഞു, അതൊന്നും സാരമില്ലടാ ഞാൻ ഉണ്ടാക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞിട്ട് സുഭാഷ് അകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോണം. അത് കണ്ടു കഴിഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് സങ്കടമായി. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാവേ. മറക്കാതെ എല്ലാവരും കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.